വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നന്നങ്ങാടിയാണ് ശരീരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് തിരുവിതാംകൂറിലെ ബാഡ്ജുകളാണ്. നമ്മുടെ കേരളീയത്തിൻ്റെ ബാലൻസ് പാർട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ സ്റ്റോളിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വാദ്യ ഉപകരണങ്ങളാണ് ഈ സെക്ഷനിലുള്ളത്. ബാക്കിൽ മുദ്രാസ് കൊടുത്തിട്ടുണ്ട്, പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള വാദ്യ ഉപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെണ്ട കൊട്ടാനായിട്ടാണ് കാണിക്കുന്നത്. ഇരിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ കാണുന്നത്. തന്ത്രവാദ്യമാണിത്. പലതിനും പേരറിഞ്ഞുകൂടാത്തോണ്ട് അവരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. താളവാദ്യം. അങ്ങനെ അവിടുത്തെ സൈഡ് ഫുൾ ഉണ്ടായിരുന്നു. ഇത് തെയ്യമാണ്. അതിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാണ്. ഇത് അവിടെ കണ്ടതിൽ നല്ല മനോഹരമായൊരു ദൃശ്യം. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തുണ്ടാക്കിയ, നല്ല മനോഹരമായിരുന്നു. ഇതടുത്തത് ഈർക്കിൽ കൊണ്ട് പായ്ക്കപ്പലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറേ ഈർക്കിൽ കൊണ്ടാണ് ഉപയോഗിച്ചത്. ഓരോ ഫിനിഷിങ്ങും പൊളിയാണ്. അവർ സമ്മതിക്കണം. സൂപ്പർ. ഇതും ഒരു രൂപമാണ്, എന്തോ ഒരു ഡാൻസ് ആണ്. അവിടെ എഴുതി വെച്ചിരുന്നു ആ കപ്പല്. പായ്ക്കപ്പൽ കണ്ടിട്ട് കൊതി തീരുന്നില്ല. അതാണ് വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത കുട്ടികൾക്ക് അനുഷ്ഠാന കലകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രകാശനമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത്. ഇവർ കലകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് ഓരോ കലകൾക്കും ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ്. നമ്മുടെ തുള്ളൽ ചമയങ്ങൾ, ഇതിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നൃത്തച്ചമയങ്ങൾ, കഥകളിയുടെ ചമയങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള ചമയങ്ങളും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ കാണുന്നത്. അടുത്ത് നമ്മൾ ഒരു നമ്മുടെ ഫിലിമൊക്കെ എടുക്കണ ഒരു സാധനങ്ങളാണ്. ഇത് പഴയ കാലത്ത് എടുത്തിരുന്ന ക്യാമറകൾ, ഇതെല്ലാം കാണുന്ന ഒരു സ്റ്റോളായിരുന്നു. ഇതും കൊള്ളാം. അടുത്തത് നമ്മുടെ തെയ്യം കളങ്കാവലിനുള്ള കോലം വരച്ചിട്ടിരിക്കുന്നതാണ്. രാത്രി എന്തോ പ്രോഗ്രാം ഉണ്ട്. വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇനിയും അടുത്ത പാട്ടിൽ കാണാം. ബൈ ബൈ.